അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വളരെ സന്തോഷത്തിലും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടിയാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഈ വാട്ടർമാർക്കൊന്നും ഇല്ലാണ്ട് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പല സോങ്ങുകളും നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾക്ക് വീണ്ടും ആ വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരിക, അങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് രീതിയിൽ എഡിറ്റിങ്ങിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ യൂട്യൂബ് ഒരു അടിപൊളി ആപ്പ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഉപയോഗിച്ച ആളെന്നുള്ള നില നല്ലൊരു ആപ്പാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, എൻ്റെ പേര് ഫൈസൽ എന്നാണ്. അപ്പോൾ ഇത് ഈ ആപ്പിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ തന്നെ ഒരു ആപ്പാണ്. യൂട്യൂബ് ക്രിയേറ്റ് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന്. യൂട്യൂബ് ക്രിയേറ്റ്, ഇതാണ് ആപ്പ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡായി കഴിയുമ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈൻ ഇൻ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബിൻ്റെ ഇമെയിൽ ID ഏതാണോ അത് വെച്ച് സൈൻ ഇൻ ചെയ്താൽ മതിയാവും. അങ്ങനെ ഞാൻ സൈൻ ഇൻ ചെയ്തു. അത് കഴിയുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ വരും. നമ്മുടെ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനുള്ളതാണ്, എഡിറ്റ് ചെയ്യാനുള്ള ഫയൽസ്. അപ്പം നമ്മളതിന് ആക്സസ് ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യുക. ഞാൻ 2-3 ഫയൽസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ട് ആവുന്നതാണ്. കുറച്ച് സമയം എടുക്കും. കെയിൻ മാസ്റ്ററൊക്കെ അപേക്ഷിച്ച് ഇത്തിരി സമയം എടുക്കും ഇമ്പോർട്ട് ആവാൻ. അങ്ങനെ ഫയൽസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുകളിലുള്ള 3 ഡോട്ട് കണ്ടില്ല, അവിടെ ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ആസ്പെക്ട് റേഷ്യോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ 9:16 അല്ലെങ്കിൽ 16:9 നമ്മുടെ യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഷോർട്സിന് വേണ്ടിയിട്ടോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ആസ്പെക്ട് റേഷ്യോ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതെല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന ഇതിൻ്റെ വോളിയം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ വീഡിയോയിലുള്ള സൗണ്ട് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം വോളിയത്തിൽ. അപ്പോൾ ഒഴിവാക്കേണ്ട രീതിയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ സ്പ്ലിറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീഡിയോ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു കത്രികയുടെ ഐക്കൺ കാണിക്കുന്ന സ്പ്ലിറ്റ് ഉണ്ട്. ഇതെല്ലാം എല്ലാ ആപ്പുകളിലും ഉള്ളതാണ്. എഡിറ്റിംഗ് ആപ്പുകളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്പ്ലിറ്റ്. അതുപോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ പലതരം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഓരോ ഫിൽറ്റേഴ്സിന് നിങ്ങൾ മുകളിൽ വീഡിയോ കാണുമ്പോഴറിയാം കളറിൽ വരുന്ന ചേഞ്ചസ്. ഓരോ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇമേജിന് വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിൽറ്ററിൻ്റെ നമുക്ക് ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അത് ഏതാണോ വേണ്ടതെന്ന് വെച്ച് നമുക്കതുപോലെ ഡൺ അടിച്ചാൽ ആയിക്കോളും. ഞാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് ഈ പറയുന്ന പോലെ മറ്റ് ഇതിലുള്ള പോലെ തന്നെ ബ്ലർ അങ്ങനെയുള്ള ഒരുപാട് എഫക്ട്സ് ഉണ്ട്. ഈ എഫക്ട്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അപ്പോൾ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് കഴിയുമ്പോൾ അടുത്തതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമുക്ക് കളർ ടോൺ കൊടുക്കാൻ വേണ്ടി എല്ലാ ആപ്പിലുള്ള പോലെ തന്നെ ഇതിലും ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്, അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ഇതുവരെ മറ്റ് ആപ്പുകളിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതൊന്നും വലിയ വ്യത്യാസമൊന്നും ഇതിലില്ല. വൈറ്റ് പോയിൻറ്റും ബ്ലാക്ക് പോയിൻ്റൊക്കെ എനിക്ക് തോന്നുന്നു കെയിൻ മാസ്റ്ററിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ബാക്കി ഉള്ളതൊക്കെ ഏകദേശം ഇതിലുള്ളത് തന്നെയാണ്. വൈറ്റ് പോയിൻറ്റ്, ബ്ലാക്ക് പോയിൻറ്റ് നമ്മുടെ വൈറ്റിൻ്റെ അളവ് കൂട്ടുന്നതും കുറക്കുന്നതൊക്കെയാണ്. പിന്നെ അതുപോലെ എല്ലാം ഏകദേശം മറ്റുള്ളതിലുള്ളത് തന്നെയാണ്. ഒപ്പാസിറ്റി അറിയാമല്ലോ. ഒപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഇമേജ്. അതൊക്കെ സെയിം മറ്റുള്ള ഇതിലുള്ളത് പോലെ തന്നെയാണ്. ഇതിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ സ്പീഡ്. നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടുക, കുറക്കുക. ചില വീഡിയോസ്, ഇപ്പോൾ ഈ വീഡിയോസിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുതലായിരുന്നു. ഇത് സ്ക്രീൻ റെക്കോർഡർ വെച്ചാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഒരുപാട് ലെങ്ത് കൂടുതലായിരുന്നു. അത് കുറക്കാൻ വേണ്ടി
പല സ്ഥലങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ സ്പീഡ് കൂട്ടി. അപ്പോൾ സ്പീഡ് എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സ്പീഡ് കൂട്ടുക, അതേപോലെ കുറക്കാം. സ്ലോ മോഷൻ വേണമെങ്കിൽ കുറച്ചാൽ മതി. പിന്നെ ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് ഓഡിയോ ക്ലീനപ്പ്. ഓഡിയോ ക്ലീനപ്പ് ശരിക്കും നമുക്ക് ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോയ്സൊക്കെ നല്ല രീതിയിൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോയ്സ് റിഡക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഉള്ളതൊക്കെ സാധാരണ ഉള്ള പോലെ റൊട്ടേറ്റ് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. വീഡിയോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ റീഅറേഞ്ച് ചെയ്യാം. വീഡിയോസ് നമുക്ക് ഇപ്പോൾ ഓരോ ക്ലിപ്പുകളായിട്ട് ഉള്ളത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യാം, നീക്കാം, മാറ്റാം. ഇതുപോലെ വരും. റീഅറേഞ്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൺ കൊടുത്താൽ മതി, അതായിക്കോളും. പിന്നെ ഉള്ളത് ഡിലീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എന്താണെന്ന് അറിയാലോ, ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് സാധാരണ രീതിയിലുള്ളത്. പിന്നീട് വരുന്ന കുറച്ച് ഓപ്ഷൻസാണ് ടെക്സ്റ്റൊക്കെ എല്ലായിടത്തും ഉള്ള സംഭവം തന്നെയാണ്. പക്ഷേ ടെക്സ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ കാണിച്ചു പോവാണ്. ടെക്സ്റ്റ് അതിൽ തന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. അതിൻ്റെ സൈസ്, ഫോണ്ട്, അതിൻ്റെ മറ്റ് ലാംഗ്വേജസ്, മലയാളമൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ അതിനൊക്കെ ചെറിയ ചെറിയ ആനിമേഷൻസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം ടെക്സ്റ്റിന്. ഇതുപോലെ ഇതുപോലെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ടെക്സ്റ്റൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ചെറിയൊരു ആനിമേഷനൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഇൻട്രോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ചാനലിൻ്റെ പേരൊക്കെ ഇതുപോലെ ടെക്സ്റ്റ് ചെയ്തിട്ട് ചെറിയ ആനിമേഷനൊക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് സ്റ്റിക്കർ അടിപൊളി സംഭവമാണ്. ഞാൻ അങ്ങനെ അധികം എഡിറ്റിംഗ് ആപ്പുകൾ കണ്ടിട്ടില്ല ഡീഫോൾട്ടായിട്ട് സ്റ്റിക്കേഴ്സ് ഉള്ളത്. ഇതിലിപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണല്ലോ സാധാരണ നമ്മുടെ ചാനലിൽ വീഡിയോസിലിടാറ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൽ ഡീഫോൾട്ടായിട്ട് ഉണ്ട്, സ്റ്റിക്കേഴ്സിലുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ലൈക്ക്, ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് സ്കെയിൽ ചെയ്ത് അതിൻ്റെ സൈസൊക്കെ ലെവൽ ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ കെയിൻ മാസ്റ്ററിലൊന്നും ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. നേരത്തെ ഞാൻ ചെയ്തിരുന്നപ്പോൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് നാളായി ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ ലൈക്ക്, ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതുപോലെ പല പല സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇത് ഒരു നല്ലൊരു ഒരു ഓപ്ഷനാണ് സ്റ്റിക്കേഴ്സ്. അതുപോലെ തന്നെ അതിൽ തന്നെ ജിഫ് ഇടാം. പിന്നെ ഇമോജീസ് ഉണ്ട്, ഇമോജീസ് വേണമെങ്കിൽ ഇമോജീസ് ഇടാം. അതൊക്കെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിലാണ് ഉള്ളത്. പിന്നെ വരുന്നത് സൗണ്ട്. ഇത് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സൗണ്ട് നമ്മൾ സാധാരണ നമ്മൾ പലപ്പോഴും സൗണ്ട് നമ്മൾ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് പാട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. ഇത് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂട്യൂബ് ലൈബ്രറിയിലുള്ള മ്യൂസിക്സ് ആണ് കൂടുതലല്ല, എല്ലാം തന്നെ ഫ്രീ മ്യൂസിക്കുകളാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെ പേടിയുള്ളവർക്കൊക്കെ സൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന മ്യൂസിക് ഡൗൺലോഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം, നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. സൗണ്ട് എഫക്ട്സ് ഇപ്പോൾ ഈ പറയുന്ന പോലെ വാതിലടക്കുന്ന ശബ്ദം, മഴയുടെ ശബ്ദം, അങ്ങനെയുള്ള കുറച്ച് സൗണ്ട്സ് കിട്ടും. പിന്നെ നമുക്ക് യുവർ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് എന്തെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ അടുത്ത് വരുന്ന ഓപ്ഷനാണ് വോയിസ് ഓവർ. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോസിന് നമ്മൾ വോയിസ് കൊടുക്കുന്നതാണ് വോയിസ് ഓവർ. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ള വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. ലൈവായിട്ടല്ല, റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. വോയിസ് ഓവർ അതാണ്. പിന്നെ വോയിസ് ഓവർ നമ്മൾ കൊടുത്ത ശേഷം ഓഡിയോ ക്ലീനപ്പ് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അത് വോയിസ് വരുന്ന നോയ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ക്ലിയർ ചെയ്ത ശേഷമുള്ള വോയിസ് ആയിരിക്കും. ഇവിടെ ഒരുപാട് നോയ്സ് ഉള്ള സ്ഥലമാണ്. അതിനുശേഷം
പിന്നെ വരുന്നത് ക്യാപ്ഷൻസ് ആണ്. ക്യാപ്ഷൻസ് ഇപ്പം നമുക്ക് സബ് ടൈറ്റിൽ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. കാരണം ചിലപ്പോൾ നമ്മൾ കറക്റ്റ് സബ് ടൈറ്റിലൊന്നും ആയിരിക്കണമെന്നില്ല വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥമൊക്കെ മാറിപ്പോയാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ക്യാപ്ഷൻസ് സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഓവർലേ. ഓവർലേ നമുക്ക് വീഡിയോസിൻ്റെ കൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസോ ഒക്കെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറക്കാം, കൂട്ടാം, അഡ്ജസ്റ്റ് ചെയ്യാം, കളർ ഗ്രേഡിങ് എല്ലാം ചെയ്യാം. മറ്റ് വീഡിയോയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലും ചെയ്യാം. ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ഓപ്ഷൻസ്. പിന്നെ എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാം. 2 റെസൊല്യൂഷനിലാണ് കിട്ടുന്നത്. HD-യും ഫുൾ HD ആയിട്ട്. ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ HD-യിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിലുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാനും മറ്റ് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കെയിൻ മാസ്റ്ററോ മറ്റ് നമ്മളെ എഡിറ്റിംഗ് ആപ്സ് പോലെയല്ല, ഒരുപാട് സമയം എടുക്കുന്നു. ഈ എക്സ്പോർട്ട് ചെയ്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡ് കൂട്ടിയൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും ടൈം എടുക്കും. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറയാണ്. പിന്നെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. യൂട്യൂബിന് വേണ്ടി മാത്രം ഉള്ളൊരു എന്താ പറയുക, യൂട്യൂബിന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്പായതുകൊണ്ടായിരിക്കാം, യൂട്യൂബ് തന്നെ ഇറക്കിയ ഒരു ആപ്പായതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഷെയർ ചെയ്ത് നമുക്ക് വേണ്ടവർക്ക് അയച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് നേരിട്ട് പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറയാത്ത എന്തെങ്കിലും ഓപ്ഷൻസൊക്കെ മറന്നുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ആപ്പിനെ കുറിച്ച് അറിയാവുന്നവർ ഒരുപാട് കാണുന്നുണ്ടാവും. അവരത് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ എന്നോട് പ്രത്യേകം പറയണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.